യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാ? യേശു എന്തിനു വേണ്ടിയാ വന്നേ? നമ്മുടെ അല്ലെ IELTS പാസ്സാക്കി തരിക, വിവാഹം നടത്തി തരിക, നല്ല വീടുണ്ടാക്കി തരിക, നല്ല വണ്ടി വാങ്ങാൻ ഉള്ള കൃപ തരിക, അങ്ങനെ 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 എക്സെട്ര എക്സെട്ര എക്സെട്ര. എന്തിനാ ഈശോ വന്നത് ലോകത്തിലേക്ക്? ഭാവികളെ രക്ഷിക്കാൻ അല്ലേ? 1 തിമോത്തി 1:15 യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഭാവികളെ 1 തിമോത്തി 1:15 എന്താ? യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാൻ എന്ന പ്രസ്താവം വിശ്വസനീയവും. 1 തിമോത്തി 1:15 വചനം തികച്ചും ഉറക്കെ വായിച്ച് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷ്യം എന്താ ലക്ഷ്യം? പാപികളെ രക്ഷിക്കുക. ഒന്നാമത്തെ സ്വർഗത്തിന്റെ ലക്ഷ്യം അതാണ്, പാപികളെ രക്ഷിക്കുക. അങ്ങനെയെങ്കിൽ പാപികളെ രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ രക്ഷകനെ സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഈ രക്ഷകനെ സ്വന്തമാക്കിയാലാണ് നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടി, രക്ഷ കിട്ടി എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അവന്റെ ജനനവുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്? മത്തായി 1:21 പറയുന്നത് എന്താ പറയുന്നത്? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ. അവൻ തന്റെ ജനത്തെ മാത്രമല്ല, തന്നെ സ്വീകരിക്കുന്ന എല്ലാവരെയും, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് അടിസ്ഥാനപരമായി യേശു ഈ ലോകത്തിലേക്ക് വന്നതിന്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അല്ലേ? എന്താ അങ്ങനെ ദൈവത്തിന് ചെയ്യാൻ തോന്നിയത്? മാനവകുലം മുഴുവനും പാപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയം ദൈവം നോക്കി, മറ്റൊരു രക്ഷയുമില്ല. ജെറൂസലേം ദേവാലയത്തിൽ പാപപരിഹാര ബലി നടക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനാണ് മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ടൊന്നും പാപമോചനം കിട്ടുന്നില്ല. ദൈവം തന്നെ തീരുമാനിച്ചു, ദൈവം മനുഷ്യനായി അവതരിക്കുക. ഒരൊറ്റ ബലി, ഏക ബലി, തന്റെ ശരീരത്തിലേക്ക് ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത് ഇനി ജനിക്കാൻ പോകുന്ന വരുന്ന തലമുറയുടെ മുഴുവനും പാപങ്ങൾ അവൻ ഏറ്റെടുത്ത് അവനൊരു യാഗബലിയായി തീർന്ന് രക്ഷ നമുക്ക് പ്രദാനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊത്തിരി കേൾക്കാൻ സുഖമുള്ള സംഭവം അല്ല കേട്ടോ. ഈ സംഭവം ഒത്തിരി കേൾക്കാൻ സുഖമുള്ള ഒരു ടോക്ക് അല്ല. കാരണം എന്തിനെ കുറിച്ചാ പറയുന്നത്? പാപത്തെ കുറിച്ച്. ആരുടെ പാപത്തെ കുറിച്ച്? നമ്മുടെ എന്റെ പാപത്തെ കുറിച്ച്. ഈ അടച്ചുള്ള വെടിവെക്കൽ നിർത്തുക. എന്റെ പാപത്തെ കുറിച്ചാണ് ഞാൻ പറയുക. നിങ്ങൾ കേൾക്കുമ്പോ എന്റെ പാവത്തെ കുറിച്ച് കേൾക്കുമ്പോ ഇപ്പൊ എന്റെ കെട്ടിയവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ കെട്ടിയവള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, മക്കള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കണ്ട. എന്റെ കാര്യം ഞാൻ പറയുന്നത്, നിങ്ങളോടൊപ്പം നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ പ്രചോദിപ്പിച്ച ഏക കാര്യം അതാണ്. നമ്മൾ യോഹന്നാൻ 3:16 കിടക്കുന്ന വചനം എന്താ? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകരുത്,
ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാ മക്കളും നിത്യജീവൻ പ്രാപിക്കണം. ദൈവത്തിന്റെ പദ്ധതി എന്താ? എല്ലാ മക്കളും നിത്യജീവൻ പ്രാപിക്കണം. അതായത് നിത്യതയിലേക്ക് എല്ലാവരും കടന്നു പോകണം. അഥവാ സ്വർഗത്തിന്റെ അവകാശികളായി മനുഷ്യരെല്ലാം മാറണം. അതിനുവേണ്ടി ദൈവം ഒരു പദ്ധതി ഒരുക്കുകയാണ്. ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി ദൈവം തന്റെ ഏകജാതനെ കണ്ടോ എനിക്ക് നൽകാൻ, ലോകത്തിന് നൽകാൻ, നമുക്ക് ഓരോരുത്തർക്കും നൽകാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എന്നെ അത്രയധികമായി സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ കാണുന്നത് കാൽവരിയില്. നമ്മൾ കാണുന്നില്ലേ? ഇതാ 3 കാരിരുമ്പാണികൾ തറയ്ക്കപ്പെട്ട് അവൻ യാഗബലിയായി തീർന്ന് പാപപരിഹാരം ചെയ്ത് എന്നെയും നിങ്ങളെയും ദൈവവുമായി രമ്യതപ്പെടുത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്. ഇതാ സ്നാപകൻ യേശു വരുന്നത് കണ്ടിട്ട് യേശുവിനെ കണ്ടു വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് അവന്റെ മാനുഷികമായ ബുദ്ധിയിൽ നിന്നാണോ? ആർക്കും സംശയമില്ല, സ്നാപയോഹന്നാൻ ശക്തനായ ഒരു പ്രവാചകനാണെന്ന് അന്നത്തെ കാലത്തുള്ളവർ മുഴുവനും വിശ്വസിച്ചിരുന്നു. കാരണം എന്താ? അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ സ്നാപകൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവനാണ്. അവനാണ് വിളിച്ചു പറയുന്നത്. അപ്പൊ അവിടെ കേവലം സ്നാപകനല്ല പറയുന്നത്, പിന്നെ ആരാ പറയുന്നത്? പരിശുദ്ധാത്മാവാണ് പറയുന്നത്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്താ അങ്ങനെ പറഞ്ഞേ? ആയിരക്കണക്കിന് കുഞ്ഞാടുകൾ ജെറൂസലേം ദേവാലയത്തില് വെട്ടി കണ്ടിച്ച് ബലിപീഠത്തിൽ വെച്ചിട്ട് അതിനെ ദഹിപ്പിക്കുകയാണ്, പാപപരിഹാര ബലി ചെയ്യുകയാണ്. സ്നാപകൻ വിളിച്ചു പറയുകയാണ്, ഇനി ആ ബലിയൊന്നും വേണ്ട, ഇതാ വരുന്നു കുഞ്ഞാട്, ബലിക്കുള്ള കുഞ്ഞാട് ഇതാ വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇപ്പൊ പറഞ്ഞ വചനങ്ങൾ 1 തിമോത്തി 1:15, മത്തായി 1:21, യോഹന്നാൻ 1:29 ഒക്കെ വിരൽ ചൂണ്ടുന്ന യേശു ക്രിസ്തു യഥാർത്ഥ പാപ വിമോചകനാണ്. പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നവനാണ്, പാപവിമോചകനാണ് എന്ന് ഈ വചനങ്ങളൊക്കെ അട്ടിപരയിട്ട് സ്ഥിരീകരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓടിയകലണമെന്ന് വചനം പറയുന്നത് അതുകൊണ്ടാണ്. പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓടിയകലണം. എങ്ങനെയാണ് ഓടിയകലേണ്ടത്? എങ്ങനെ ഓടിയകലേണ്ടത്? എങ്ങനെ ഓടിയകലേണ്ടത്? പെട്ടെന്ന് നമ്മളൊരു സർപ്പത്തെ കണ്ടു, ഒരു വലിയൊരു മൂർഖം പാമ്പാണ് കൊണ്ട് പറ്റിക്കും. മൂർഖം പാമ്പ് ഈ സത്യവേദോത്സവത്തിലെ പാമ്പെന്ന് എഴുതി വെച്ചിരിക്കുന്നത്, ഈ പീവോസ് ബൈബിളില് സർപ്പം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ക്ലിയറാ. സർപ്പം സമം പിശാചിന്റെ പ്രതിനിധിയാണ്. ബൈബിള് സർപ്പം പാമ്പെന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണ പ്രതിനിധി കൂടിയാണ്. എഴുതി വെച്ചിരിക്കുകയാണ്, സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലണം. എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകം. ഇനി സമ്മാനമില്ല കേട്ടോ. പ്രഭാഷകന്റെ പുസ്തകം 21, പ്രഭാഷകൻ 21 എഴുതി വെച്ചിരിക്കുക. 1-ാമത്തെ തിരുവചനം വായിച്ച പ്രഭാഷകൻ 21 ഒന്നുമുള്ള വചനം മൈക്കെടുത്ത് വായിച്ച്. മീകളെ മൈക്കില്ലേ? മൈക്കെടുത്ത് വായിച്ച്, ഉറക്കെ വായിച്ച്. മകനെ, നിക്ക്. മകളുകൾ അങ്ങനെ സൂഹിക്കില്ലേ? മകനെ എന്ന് പറയുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് മകളെ. അപ്പൊ നിങ്ങൾ പറയുമ്പോ മകളെ.
നമ്മൾ പറയുമ്പോ മകനെ, ആ മകനെ നീ പാപം നീ പാപം ചെയ്തിട്ടുണ്ടോ? മോനെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലേ? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? ഉണ്ടോ? ആ ഉണ്ട്, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. എന്തിനാ അത്? ഞാൻ ചെയ്തിട്ടുണ്ടോ പറയാണ്. ഉണ്ടെങ്കിൽ ഇനി ചെയ്യരുത്. ഇനി കണ്ടോ, താക്കീതാണ്, വാണിംഗ് ആണ്. ഇനി ചെയ്യരുത്. എന്നിട്ട് പറയാണ് പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ, എന്നിട്ടാണ് പറയുന്നത് സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. പിന്നെയോ അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ജീവൻ അപഹരിക്കും. പാപം ജീവൻ അപഹരിക്കും. അല്ലെ, ജീവനുള്ള ഒരു സർപ്പം ഒരു പാമ്പ് കുത്തിയാൽ ചിലപ്പോ ശാരീരിക മരണം സംഭവിക്കും. പാപം കുത്തിയാലോ? അശ്വിന്, പാപം കുത്തിയാൽ എന്താ സംഭവിക്കുന്നത്? ആത്മാവ് മരിച്ചു പോകും. ഇതവിടെ പറയുന്നല്ലേ. അവസാനത്തെ വചനം ഒന്നുകൂടി വായിച്ച നിങ്ങളെ. എന്താണ് സർപ്പത്തിൽ നിന്നുള്ള അവസാനത്തെ വചനം? അതിന്റെ പല്ലുകൾ അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. ആത്മീയ ജീവൻ അപഹരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഈ ആത്മീയ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ആത്മാവിനെ, ഈ ജീവനെ അവൻ അപഹരിക്കും. എടുത്തോണ്ട് പോകും, എടുത്തോണ്ട് പോകും. പിന്നെ എന്തായി? നമ്മള് വെറും ജഡിക മനുഷ്യനായി മാറി. നമ്മൾ മാറി. അപ്പൊ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് വാണിംഗ് തരികയാണ്. മക്കളെ, പാപത്തിൽ നിന്ന് ഓടി അകലണം. ഇനി ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് ദൈവം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, പിന്നെയോ പാപികളെ തേടിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര നീതിമാന്മാരുണ്ട് നമ്മില്? നീതിമാന്മാരായിട്ടുള്ളവരൊന്ന് കരവർത്തിക്ക്. ഈ പാവികളായിട്ടുള്ളവരൊന്ന് കരവർത്തിക്ക്. ഞാൻ ആദ്യം കരവർത്തിക്കണം. പാവികളായിട്ടുള്ളവരായി. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയാണെങ്കിൽ എന്നെ തേടിയാണ് എന്റെ കർത്താവ് വന്നതല്ലേ. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ തേടിയാണ് വന്നത്. എന്നിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീയെ എല്ലാവരും കൂടി ഓടിച്ച്, കല്ലും കയ്യിലെടുത്ത് എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ഓടിച്ച് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീയെ ജനം വിധിക്കുകയാണ്. നിനക്ക് ഇനി ലോകത്ത് ജീവിച്ചിരിക്കാൻ യാതൊരു അവകാശവുമില്ല. കാരണം മോശയുടെ നിയമപ്രകാരം നീ ഒരു മാരക പാപം ചെയ്തിരിക്കുന്നു. നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഒരു പാവപ്പെട്ട പെൺകൊച്ച്, നിന്നെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്ത് പാപത്തിലാ പിടിക്കപ്പെട്ടെ? വ്യഭിചാരം എന്ന പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടി. എന്റെ ചോദ്യം, ഇവൾ തനിച്ചാണോ ചെയ്തത്? ആണോ? മറ്റവനെവിടെ പോയി? ഇതാണ് പാർഷ്വാലിറ്റി. ഇതിനെയാണ് കർത്താവ് പൊളിച്ചെടുക്കുന്നത്. കണ്ടോ? ഈശോ എന്നാ പറഞ്ഞേ? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഈശോയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, മോശയുടെ നിയമത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശയുടെ നിയമം. നീ എന്തു പറയുന്നു? കുടിക്കാനുള്ള ചോദ്യമായിരുന്നു ചേട്ടാ അത്. അല്ലേ? ശരിയാണോ?
യേശുവിനെ കുടുക്കാനുള്ള ചോദ്യമായിരുന്നു. ശരി, മോശയുടെ നിയമം പോലെ നടക്കട്ടെ എന്ന് യേശു പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? ഞാൻ പാപികളെ തേടി വന്നവനാണെന്ന് പറഞ്ഞിട്ട് ശരി, മോശയുടെ നിയമം നടക്കട്ടെ. കാരണം മോശയുടെ നിയമം ഒന്ന് പ്രാബല്യത്തിൽ വരുത്തണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിന്റെ വരവ്. പൊളിച്ചെഴുതുകയാണ്. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. കർത്താവ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു. ആദ്യം ഇവരിത് പറഞ്ഞതിന് ശേഷം കർത്താവ് കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവര് വിടാൻ തയ്യാറല്ല. അങ്ങനെ വന്നപ്പോ കർത്താവ് ഒരു കാര്യം ചെയ്തു. എഴുതിക്കൊണ്ടിരുന്ന മാച്ചിട്ട് പുതിയൊരു എഴുത്തെഴുതി. ആ കൂട്ടത്തില് ഏറ്റവും പ്രായമുള്ള വ്യക്തി ഉണ്ടായിരുന്നു. കർത്താവ് അവന്റെ പേര് ആദ്യം എഴുതി. നീ ഇവളുമായി പണ്ട് പാപം ചെയ്തിട്ടുണ്ട്. അപ്പനും അപ്പന്റെ അപ്പനും ചെറുമക്കളും ഒക്കെ കൂടിയാണ് വന്നിരിക്കുന്നത്. തല നിറച്ച കാർന്നവർ എന്ത് ചെയ്തു? ഈ കല്ല് താഴെ ഇട്ടിട്ട് അവിടുന്ന് എസ്കേപ്പായി. കാരണം എന്താ? ഓരോരുത്തരുടെ പേര് കർത്താവ് എഴുതാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ അവിടുന്ന് സ്ഥലം വിട്ടു. ഇതെന്റെ ഒരു നിഗമനാട്ടോ, ബൈബിളൊന്നും അതിൽ വെച്ചിട്ടില്ല. അവരുടെ പാവം, എസ്പെഷ്യലി അവളുമായി പാവം ചെയ്ത ഇവളെ കല്ലെറിയാൻ നീ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ഇവളുമായി നീ പാപം ചെയ്തിട്ടില്ലേ? തക്ക ശിക്ഷ നീയും അനുഭവിക്കണം. ഇതാണ് പുതിയ നിയമം നമ്മുടെ മുമ്പിൽ വെക്കുന്ന കാര്യം. ആ പാവപ്പെട്ട പെൺകൊച്ചിനെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതല്ല. നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നീയും തുല്യ പങ്കാളിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീയും അത് സ്വീകരിക്കണം. എല്ലാവരും സ്ഥലം കാലിയാക്കി. കർത്താവ് തല ഉയർത്തി അവളോട് ചോദിച്ചു, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? കണ്ടോ, വിധി നടപ്പാക്കാനാ വന്നത്. ആരും നിന്നെ വിധിച്ചില്ലേ? പേടിച്ചു വിറച്ച് പെണ്ണ് എന്നാ പറഞ്ഞേ? ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പോയിക്കൊള്ളുക. ഇനിമേൽ പാപം ചെയ്യരുത്. വെറുതെ പോകാനല്ല കർത്താവ് പറഞ്ഞേ. എന്നാ പറഞ്ഞേ? ഇനിമേൽ ഒരു താക്കീത് കൊടുത്തു പിടിക്കാൻ. ഇനിമേൽ പാപം ചെയ്യരുത്. മോളെ, നീ പാപം ചെയ്യരുത്. ഇനിമേൽ. എത്ര റെസ്പെക്റ്റോട് കൂടിയാണ് കർത്താവ് വിളിച്ചത്, സ്ത്രീയെ. കണ്ടോ, യഹൂദ പശ്ചാത്തലത്തില് സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളെ ഏറ്റവും ബഹുമാനത്തോടെ വിളിക്കുന്ന ഒരു വിളിയാണ് സ്ത്രീയെ. ഇനിമേൽ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ചെയ്താൽ എന്തു പറ്റും? നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ അല്ലേ? പാവം ചെയ്യും, പോയി കുമ്പസാരിക്കും, വീണ്ടും ചെയ്യും, വീണ്ടും കുമ്പസാരിക്കും. ഇതിങ്ങനെ ഒരു റൊട്ടീൻ പോലെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ. ഇനിമേൽ നീ പാപം ചെയ്യരുത്. നമുക്കറിയാം, ചില പാപങ്ങൾ ചില രോഗത്തിന് കാരണമായി തീരും. ചില പാപങ്ങൾ ചില രോഗത്തിന് കാരണമായി തീരും.
അല്ലേ? 107 സങ്കീർത്തനം 17 തിരുവചനം, 107:17 എന്താ പറയുന്നത് ഇവിടെ? പൈസ സങ്കീർത്തനം 107:17 എന്താണ് ഇവിടെ പറയുന്നത്? പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. ഇവിടെ നമ്മൾ എന്താ കണ്ടത്? പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്യമുണ്ട് അവിടെ. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന്, അത് അണ്ടർലൈൻ ചെയ്യണം. പിന്തുടർന്ന് ഇതിനെ മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്തുടരുകയാണ്. നന്മയും തിന്മയും നിന്റെ മുൻപിൽ വെക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്ക് തെരഞ്ഞെടുക്കാം. എന്നാൽ ഞാൻ എന്തിനാണ് പിന്തുടരുന്നത്? ഞാൻ പാപത്തെ, തിന്മയെ ഞാൻ ഫോളോ ചെയ്യുകയാണ്. നന്മയെ ബോധപൂർവം, ജീവനെ ബോധപൂർവം അവഗണിച്ചിട്ട് ഞാൻ മരണത്തിന്റെ പുറകെ, പാപത്തിന്റെ പുറകെ, അകൃത്യത്തിന്റെ പുറകെ ഞാൻ പോകുമ്പോൾ ആണ് എന്ത് സംഭവിക്കുന്നത്? ചില രോഗങ്ങൾ വളരെ കൃത്യമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലേ? ചില പാപങ്ങൾ നമുക്കറിയാം, കാശ് കൊടുത്ത് ചില പാപങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ട്. അല്ലേ? 1-2 ഉദാഹരണം പറയാമോ? കാശ് കൊടുത്ത് നമ്മൾ വാങ്ങുന്ന പാവങ്ങളെ വെച്ച് ചില ഉദാഹരണങ്ങൾ പറഞ്ഞേ. മദ്യം കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു പാവമാണ്. ചേട്ടന്മാരെ മുഖം പൊരിപ്പിക്കില്ല കേട്ടോ. പിന്നെന്താണ്? പുകവലി. അല്ല, മദ്യത്തിന്റെ കാര്യം ചേട്ടന്മാര് മാത്രമല്ല, ചേച്ചിമാരും ചിലര് അടിക്കുന്നവരുണ്ട്. നമുക്കറിയാം, ചിലർ അടിക്കുന്നവരുണ്ട്. ഇല്ലടാ, അമ്മ അടിക്കോ? അമ്മ അടിച്ചിട്ടുണ്ടോ? ഓക്കെ. അപ്പോ ഈ മദ്യത്തിന്റെ കാര്യത്തില് ചില ചേച്ചിമാരും ഉണ്ട്. ഇത് കാശ് കൊടുത്ത് മേടിക്കുന്ന പാവമാണ്. വലിയ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു എന്റെ മൂത്ത സഹോദരിയെ പറ്റിയ അളിയൻ. ഞങ്ങള് അപ്പന്റെ സ്ഥാനത്താണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം എന്റെയൊക്കെ 14 വയസ്സ് എനിക്കുള്ളപ്പോഴാണ് മൂത്ത പെങ്ങളുടെ കല്യാണം. അപ്പോ ഈ അളിയൻ വീട്ടിലേക്ക് വരുമ്പോ ഞങ്ങള് ഒരു അപ്പനെ പോലെയാണ് മാനിക്കുക. കാരണം എന്താ? ആദ്യമായിട്ട് ഒരു പുതിയ നിക്കറും ഷർട്ടും കിട്ടിയത് ഈ അളിയൻ വന്നതിന് ശേഷമാണ്. മറ്റൊരു ജോഡി ഉണ്ടായിരുന്നു. കഞ്ഞി കുടിക്കാൻ ഉണ്ടായിട്ട് വേണ്ട തുണി മേടിക്കാൻ. അല്ലേ? ഇന്ന് നമ്മുടെ മക്കൾ നോക്കി, ഇന്ന് നമ്മുടെ മക്കൾക്ക് എല്ലാ വർഷവും അല്ലേ 5, 8, 10 ജോഡി ഡ്രസ്സ് നമ്മൾ എടുത്തു കൊടുക്കുക. ഞാൻ വെള്ളിയാഴ്ച വരെ സ്കൂളിൽ കൊണ്ടുപോയത് ശനിയാഴ്ച കഴുകിയിട്ടിട്ട് ഞായറാഴ്ച പള്ളിയിലിട്ടുണ്ട് പോയിട്ടുണ്ട്. മൂട് കീറിയ നിക്കറ് സൂചി കൊണ്ട് തുന്നി പിടിപ്പിച്ച് ഒരിക്കൽ നാണമായിട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ട് അടിയും കിട്ടി അങ്ങനെ പോയ സംഭവമൊക്കെ ഓർക്കുക. എന്താ കാര്യം? ഈ പറഞ്ഞു വന്നതാ, മൂത്ത അളിയൻ വീട്ടിലെ കല്യാണം കഴിഞ്ഞ്, മൂത്ത സഹോദരിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് നല്ലൊരു ജോഡി ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇദ്ദേഹം നല്ലൊരു സ്മോക്കറായിരുന്നു. അപ്പൊ നമ്മളെപ്പോഴും പറയും വലിക്കരുത്, പ്രശ്നമാണ്. നമ്മൾ കുറച്ചുകൂടെ പ്രായപൂർത്തിയായി അപ്പോഴൊക്കെ പറയും ദോഷമാണ്, വലിക്കരുത്. അവസാനം രോഗം പിടിപെട്ടു. എവിടെയാ രോഗം പിടിപെടുന്ന കണി? എവിടെയാ? ലങ്സില് രോഗം പിടിപെട്ടു. അതിന്റെ ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നു. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ നിവൃത്തിയുണ്ടോ? പിന്നെ കിടന്നിട്ട് കണ്ണിൽ നിന്ന് രക്തം ഒഴുക്കിയിട്ടുള്ള കാര്യമുണ്ടോ?
കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ചു, നല്ലൊരു വീടുണ്ടാക്കി, മക്കളൊക്കെ നല്ല ഹൈ പൊസിഷൻ. പക്ഷേ ഉണ്ടാക്കിയ നല്ല വീട്ടില് മക്കളുടെ ഈ നല്ല ജീവിതം കണ്ട് അതൊന്ന് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ ആരില്ല, ആ മനുഷ്യൻ ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാശ് കൊടുത്ത് നമ്മൾ പാപത്തെ വാങ്ങിയാൽ തലമുറയുടെ അനുഗ്രഹം കാണാൻ പറ്റാതെ ഒരുപക്ഷെ അകാലത്തിൽ നമ്മൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടേക്കാം. അങ്ങനെ കാശ് കൊടുത്തു വാങ്ങുന്ന പാപങ്ങളുമുണ്ട്. പാപത്തിന്റെ പിറകെ ഓടി അങ്ങനെ അപ്പോ അയ്യോ പൊത്തോന്നും പറഞ്ഞ് രോഗാവസ്ഥയിലാകുന്ന ചില ജീവിതങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. കാരണം ചില പാപങ്ങൾ ചില രോഗത്തിന് കാരണമാകുമെന്ന് ഈശോ, ഇത് എന്റെ കണ്ടുപിടുത്തമല്ല കേട്ടോ, ഈശോ വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്, ഇല്ലേ? വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം തളർവാദ രോഗിയെ സുഖപ്പെടുത്താൻ ഈശോ ചെല്ലുമ്പോ, അല്ലെങ്കിൽ ഈശോയുടെ അടുത്ത് കൊണ്ടുവരുമ്പോ ഈശോ പറയാണ്, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ, നീ എണീറ്റ് നിന്റെ കിടക്കെടുത്ത് പോകും. അങ്ങനെയാണ് ഈശോ പറഞ്ഞത്. എങ്ങനെ ഈശോ പറഞ്ഞു? എന്താ പറഞ്ഞത്? അതെവിടെയാ കിടക്കുന്നത്? മർക്കോസ് എവിടെയാ കിടക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, മർക്കോസ് 2:5 മുതൽ വായിച്ചവനെ. മർക്കോസ് 2:5 മുതൽ വായിച്ചേ. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിർത്തിക്ക്. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ഒരു കാര്യം തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ തളർവാദ രോഗത്തിന് എന്തായിരുന്നു കാരണം? ഒരുപക്ഷെ അവന്റെ പാപമാകാം, അല്ലെങ്കിൽ അവന്റെ പൂർവികരുടെ പാപമാകാം. കാരണം ബ്ലഡ് ടു ബ്ലഡ് റിലേഷൻ ആണ്, അല്ലേ? എന്റെ അപ്പൻ, അതിന്റെ അപ്പൻ, അതിന്റെ അപ്പൻ. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഈ ശ്വാസം മുട്ടുണ്ട്. അത് അപ്പന്റെ അല്ല, അമ്മയുടെ വഴിയിലെ. ദൈവാനുഗ്രഹത്താൽ അത് എനിക്കാ കിട്ടിയിരിക്കുന്നത്. അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്ക് 96 വയസ്സായി, പക്ഷെ ഇപ്പോഴും ആള് എങ്ങാണ്, മനസ്സുകൊണ്ട് എങ്ങാണ്. ശരീരത്തിനൽപ്പം ഹല്ലേലൂയ 96 വയസ്സുണ്ട്, ഒരു കുഴപ്പമില്ല. എവിടെയാ? ഇപ്പൊ ചാലക്കുടി 2ാമത്തെ പെങ്ങളുടെ വീട്ടിലാണ്, ചാലക്കുടിയിലാണ്. ഒരു സുഖവാസത്തിന് പോയിരിക്കുക 2-3 മാസത്തേക്ക്. ഇങ്ങനെ ശ്വാസം മുട്ടുണ്ടെങ്കിലും കർത്താവ് തന്റെ കൃപയാൽ നയിക്കുന്നു. ഇവിടെ ഈ തളർവാദ രോഗിയോട് കർത്താവ് പറയുകയാണ്, എന്താ പറയുക? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇവന്റെ പാപം ക്ഷമിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? കൂടി നിൽക്കുന്ന ജനം എങ്ങനെ അറിയും? അതറിയേണ്ടതിന് ഈശോ പറയുകയാണ്, നിനക്ക് ഈ തളർവാദ രോഗത്തിൽ നിന്ന് സൗഖ്യം ഉണ്ടാകട്ടെ. അങ്ങനെയാണോ പറഞ്ഞേ? പിന്നെ എന്നാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോടാന്ന് പറഞ്ഞു. നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് അങ്ങനെ ഒരു വചനം അവിടെ ഇല്ല. നിന്റെ കിടക്കയെടുത്ത് നീ വീട്ടിലേക്ക് പോകും. അപ്പൊ എന്ത് സംഭവിച്ചു അവിടെ? അവന്റെ പാപം മോചിപ്പിച്ചു കർത്താവ്, ക്ഷമിക്കപ്പെട്ടു. പാപം പൂർണ്ണമായും മോചിച്ചു. അതുകൊണ്ടാണ് അവന് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റിയതും കിടക്കയെടുത്ത് ചുരുട്ടി, ഇല്ലേ? മനസ്സ് നോക്കി, കിടക്ക ചമ്മി പോയിട്ടുണ്ടാവും. ഇത്രയും വർഷം അവനെ ചുമന്ന ആ കിടക്കയുടെ കണ്ണു തള്ളി പോയിട്ടുണ്ടാവും. ചാടി എനിക്ക് ചുറ്റുകൂട്ടി എന്നെ ചോന്നുണ്ട് ഓടുവൻ. ഇത്ര നാൾ ഇവനെ ഞാൻ ചോക്കുകയായിരുന്നു, ഇപ്പൊ ഇവൻ എന്നെ
ചോക്കുന്നു. ഇത് എന്തൊരു പ്രതിഭാസം! നിന്നവരും അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും. പട്ടിയാണ് കർത്താവ് പറയുന്നത്, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? മകനെ മകളെ നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഇനിമേൽ പാപം ചെയ്ത് ഈ താക്കീത് എന്തിനാ തരുന്നേ? എന്തിനാ ഈ താക്കീത് തരുന്നേ? എന്താ സർപ്പത്തിൽ നിന്നെന്ന പോലെ ഓടിയകലാൻ കർത്താവ് എന്തുകൊണ്ട് ഇത്രയും ശക്തമായൊരു വാണിംഗ് നമുക്ക് തരുന്നേ? എന്തുകൊണ്ടാ? സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടിയകലണം. ഇങ്ങനെ ഓടി അകലാത്ത ഒരു വ്യക്തിത്വത്തെ ബൈബിൾ ചിത്രീകരിക്കുന്നുണ്ട്. ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടിയകലണം. പാപത്തിന്റെ പ്രലോഭനവുമായി സർപ്പം നിന്നെ സമീപിക്കുമ്പോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സമീപിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കിടക്കുന്ന സംഭവമാണ്. പ്രഭാഷകൻ 21 പാപത്തിൽ നിന്ന് നീ ഓടി അകന്നില്ല എങ്കിൽ ഉൽപ്പത്തി 3 സംഭവിച്ചത് സംഭവിക്കും. എന്താ സംഭവിച്ചത്? ഉൽപ്പത്തി 3 എന്താ സംഭവിച്ചത്? സർപ്പം ഹവ്വാമ്മയുടെ അടുത്ത് വന്നിട്ട് ഒരു പ്രലോഭനം കൊടുക്കുകയാണ്. ദൈവകൽപ്പന ലംഘിക്കുവാൻ. എന്താണ് പാപം? ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. ഇനിയും എന്താണ് പാപം? ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നതാണ് പാപം. യാക്കോബ് 4:17. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത്. നമ്മൾ പാപത്തെ കുറിച്ച് കേൾക്കുമ്പോ അയ്യോ ഞാൻ പാപം ചെയ്തിട്ടില്ല. എന്താ പാപത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നേ? മാരകമായിട്ടുള്ള എന്ത് പാപം? ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, വ്യഭിചാരം ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറെ അല്ല, ഇത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ എടുക്കുക. ഇത് ഞാൻ ചെയ്തിട്ടില്ല, അപ്പോ ഞാൻ തന്നെ സർട്ടിഫൈ ചെയ്തു. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇതാണ് ഈ പാവിനിയായ പെൺകൊച്ചിനെ കൊണ്ടുവന്ന് യേശുവിന്റെ മുമ്പിൽ നിർത്തിയത്. ഞങ്ങളൊക്കെ ഓക്കെയാണ്, ഇവള് നോട്ട് ഓക്കെയാണ്. അപ്പോഴാണ് കർത്താവ് അങ്ങോട്ട് എഴുതി കൊടുത്തത്. അവിടെ കർത്താവ് അങ്ങോട്ട് എഴുതി കൊടുത്തു. സ്ഥലം വിട്ടു. പ്രായമുള്ളവർ, ഏറ്റവും പ്രായമുള്ള കാരണവർ ആദ്യം കണ്ടിട്ടിട്ട് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, പിള്ളേരെ കൊണ്ട് മൊത്തം പ്രശ്നമില്ലെന്നേ. ഏറ്റവും പ്രായമുള്ള ആൾ കണ്ടിട്ടിട്ട് പോയി. ഹവ്വാമ്മയുടെ അടുത്തേക്ക് പ്രലോഭനവുമായി ദൈവകൽപ്പന ലംഘിക്കാൻ ബോധപൂർവം സാത്താൻ അടുത്തു വരികയാണ്. എന്നിട്ട് എന്താ പറഞ്ഞ്? വളരെ മധുരമായ ശബ്ദത്തില് എന്താ ഹവ്വാമ്മയോട് ഈ സർപ്പം പറഞ്ഞത്? എന്താ പറഞ്ഞേ? എന്തോ എന്താ പറഞ്ഞേ? ഉൽപ്പത്തി 3 എടുത്തി. ഉൽപ്പത്തി 3 അവനെന്നാ പറയുന്നേ? 3:1 ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കുക, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലും അരുത്
ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. കണ്ടോ, ദൈവം പറഞ്ഞു നിങ്ങൾ ആ പഴം ഭക്ഷിച്ചാൽ മരിക്കും. സർപ്പം പറഞ്ഞു ഇല്ല ഇല്ല, നിങ്ങൾ മരിക്കുക. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. കണ്ടോ, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അസൂയുള്ള ദൈവത്തിന് അതറിയാം. അതുകൊണ്ടാണ് തൊടരുത്, കാണരുത്, പറിക്കരുത്, തിന്നരുതെന്ന് പറഞ്ഞിരിക്കുക. ഈ അവ്വാമയ്ക്കൊരു ബുദ്ധി, എന്തേ എനിക്കും ദൈവത്തെ പോലെ ആയിക്കൂടെ, ഇനി ഞങ്ങൾക്കും ദൈവത്തെ പോലെ ആയിക്കൂടെ? ഈ ഒരു ചിന്തയാണ് ഈ പെണ്ണിന്റെ ഉള്ളിലേക്ക് സാത്താൻ കുത്തിവെച്ചു കൊടുത്ത രണ്ടാമത്തെ വിഷം. ദൈവത്തെ പോലെ ആകുക. എന്ത് ചെയ്തു? അത് പറിച്ചു, അത് തിന്നു. പറിച്ചു, അത് തിന്നു. തിന്നുക മാത്രമാണോ ചെയ്തത്? ഭർത്താവിനും കൊടുത്തു. ഓ, ഞങ്ങളുടെ കഷ്ടകാലം. ആർക്ക് കൊടുത്തു? ഭർത്താവിനും കൊടുത്തു. പക്ഷേ ഞങ്ങളുടെ ആളൊരു കാര്യം ചെയ്തു. അത് കടിച്ച പാടെ ഒറ്റപ്പെടുത്തം പിടിച്ചു. അതിവിടെ ഇരിക്കുക. ഒന്ന് തപ്പി നോക്കിയേ. നമുക്ക് ഇവിടെ ഒരു മുഴയില്ലേ? പെണ്ണുണ്ടോ? ഇതെന്നാ സംഭവം? ആദം സാപ്പിൾ ഇതോട് ഇങ്ങനെ പിടിച്ചു. ഇറക്കി വിടില്ല. എട്ടി, നീ എന്നെ ചതിച്ചില്ലേ? വിടത്തില്ല. ഇങ്ങനെ പിടിച്ചു. അതാണ് ആണുങ്ങൾക്ക് ഇവിടെ ഒരു മുഴ. അല്ലാണ്ട് സൗണ്ട് ബോക്സ് ഒന്നും അല്ല അത്. ആദം സാപ്പിളാണ്. അവള് സുഖമായിട്ട് തിന്നു. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ എന്തുണ്ടായി? ദൈവത്തിന്റെ മുമ്പിൽ കൽപ്പന ലംഘിച്ചവനായി അവനും മാറി. കാരണം സ്ത്രീയുടെ വാക്ക് കേട്ട് ദൈവത്തിന്റെ വാക്കവൻ നിരസിച്ചു. ഹല്ലേലൂയ. ഇനിയുള്ള കാര്യങ്ങളാണ് ഭയങ്കര രസം. ദൈവം അവരെ സന്ദർശിക്കാനായിട്ട് വരിക. നമ്മളൊക്കെ തമ്പുരാൻ സന്ദർശിക്കാൻ വരുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ ദൈവം സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മള് എങ്ങനെയുള്ള ഒരവസ്ഥയിലായിരിക്കണം എന്നുകൂടി ഇവിടെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം വന്നിട്ട് ചോദിച്ചു, ആദം നീ എവിടെയാ? ദൈവത്തിനറിയാം അവയാണ് ഈ പണി പറ്റിച്ചതെന്ന്. ആരെയാ വിളിച്ച്? ആദം നീ എവിടെയാണ്? ഈ സ്ത്രീ എന്നെ പറ്റിച്ചു. നീ കൂട്ടിന് തന്ന ഈ സ്ത്രീ എന്നെ പറ്റിച്ചു. ദൈവം പറഞ്ഞു, അവളുടെ കണ്ണുനീരിൽ നീ വീണുപോയില്ലേ? ആദ്യം ആദ്യം തിന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ഇത്ര എന്നോട് സ്നേഹമുള്ളൂ, കരളാണ് പൊരുളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതും പറഞ്ഞു, എന്റെ കർത്താവേ, അവക്കടെ കണ്ണുനീര് കണ്ടപ്പോ ഞാൻ അലിഞ്ഞുപോയി. കാരണം നീ എന്നെ പൂഴി കൊണ്ടല്ലേ ഉണ്ടാക്കിയേ. ആദ്യത്തെ പൂഴി കൊണ്ടല്ലേ ഉണ്ടാക്കിയേ. കണ്ണീര് കണ്ടപ്പോ പൂഴി അലിഞ്ഞുപോയി. അവ്വാമ ഉണ്ടാക്കി എങ്ങനെയാ? മണ്ണുകൊണ്ടാണോ? ഈ പാവത്തിന്റെ എല്ല് വലിച്ചു ഊരിയിട്ടാണ് ഉണ്ടാക്കിയത്. കണ്ണീര് കണ്ടാലൊന്നും ഞങ്ങൾ ഉരുക്കാണ് കേട്ടോ. കണ്ണീര് കണ്ടാലൊന്നും ചേട്ടന്മാരെ നമ്മൾ അലിഞ്ഞു പോവും. ഇവിടെ കണ്ണീരൊന്നും കണ്ട അലിയത്തില്ലെന്നേ. കാരണം നമ്മുടെ എല്ല് വലിച്ചൂരിട്ടാ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രശ്നം. നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. കണ്ടോ? ഇവിടെയാണ് നമ്മളൊന്ന് നിൽക്കണേ.
ഒരൊറ്റ വാക്ക് ആദം പറഞ്ഞാൽ മതിയായിരുന്നു, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. അപ്പോ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. തുടർ ശിക്ഷാ നടപടികളൊന്നും വരത്തില്ല. പകരം അവൻ എന്ത് ചെയ്തു? അവൻ എന്തു പറഞ്ഞു? അല്ലല്ല, ദൈവത്തെ കുറ്റം വിധിച്ചു. നീ കൂട്ടിന് തന്ന സ്ത്രീ നീ തന്നതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. ആരാ കുറ്റക്കാരൻ? ദൈവം കുറ്റക്കാരനാ. കണ്ടോ, നീ കൂട്ടിന് തന്ന സ്ത്രീ എന്തായി? ഇപ്പോ ഈ ആറാമതിയൊക്കെ വലിച്ചു ഊരിയിട്ടേ ഇവിടെ ഉണ്ടാക്കി. എന്നിട്ട് ദൈവം ആദാമിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. ബ്യൂട്ടിഫുൾ, എന്റെ കരളിന്റെ കരള്, കുളിരിന്റെ കുളിര്, എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസം. ആരാ പറഞ്ഞേ? ആദം ഹവ്വയെ നോക്കിട്ട് പറയുകയാണ്, എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും ഇല്ലേ, രണ്ടാമത്തെ അധ്യായത്തിൽ കിടക്കുന്നില്ലേ അത്, എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. ഇപ്പൊ എന്തായി? അസ്ഥിയുടെ അസ്ഥി ഇപ്പൊ കുസ്തിയുടെ കുസ്തിയാ. ഇപ്പൊ കുസ്തിയല്ല ദിവസം അല്ലേ, കുസ്തിയാന്നേ, അടിയ ബഹളോ. അസ്ഥിയുടെ അസ്ഥിയൊക്കെ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. പാപം ചെയ്ത് കഴിഞ്ഞപ്പോ എന്തായി? കുസ്തിയായി. നരനിൽ നിന്നെടുക്കപ്പെട്ടതുകൊണ്ട്, എവിടുന്നടുത്ത്? നരനിൽ നിന്നെടുക്കപ്പെട്ടതുകൊണ്ട് നീ നാരി എന്ന് വിളിക്കപ്പെടും. പെണ്ണ്, സ്ത്രീ, നാരി, നരൻ ആര്? പുരുഷൻ. പലപ്പോഴും ഇവള് പിന്നീട് അങ്ങോട്ട് നാരിയല്ല, വെറും നരിയ. നരി അല്ലേ? നരി എന്ന് പറഞ്ഞ എന്താ? സിംഹോ? നരി എന്ന് പറഞ്ഞ കുറുക്കൻ. കുറുക്കന്റെ സ്വഭാവം എന്താ? എപ്പോഴും ഇങ്ങനെ ഓലിയിട്ടുകൊണ്ടിരിക്കുക. കുറുക്കന്റെ സ്വഭാവം എപ്പോഴും ഇങ്ങനെ ഓലിയിട്ടുകൊണ്ടിരിക്കുക. ഇതാ കുറുക്കന്റെ സ്വഭാവം. കോഴിക്കോട് എന്ന് പറയുമ്പോ മറ്റു മേഖലയാണ്. എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ പിടിക്കാം, ഏത് വഴിക്ക് പോകണം, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ പ്രാരാബ്ധങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നാരി തന്നെയായിരിക്കണം, നരി ആകരുത്. നരിയായാൽ എന്ത് സംഭവിക്കും? വീട്ടില് അട്ടിനാശ വെള്ളപ്പൊക്കമായിരിക്കും എല്ലാ ദിവസവും. പല വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നിസ്സാര കാര്യങ്ങളുടെ പേരില് ഇത് എവിടെയാ ഡിസോർഡർ ആയത്? എവിടെയാ കാര്യങ്ങള് കുഴഞ്ഞു മറന്നത്? അന്ന് മറന്നതാ, അതിന്നും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാ ഒരു കാര്യം മനസ്സിലായേ. എന്ത്? അയ്യേ, തുണി കൊടുത്തിട്ടില്ലോ. അതുവരെ ഒരു പ്രശ്നമില്ല. അതുവരെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോ എന്ത് തോന്നി? അയ്യേ, തുണി എടുത്തിട്ടില്ല, എന്തൊക്കെയോ കാണാൻ കൊള്ളാത്തത് കാണുന്നു. പിന്നെന്ത് ചെയ്തു? ഓടിപ്പോയി അത്തിയില പറിച്ച് തുന്നിക്കൂട്ടി അരക്കച്ച. ഇന്നത്തെ ചില പെമ്പിള്ളേര് ഇട്ടുകൊണ്ടിരിക്കുന്ന മാതിരി അല്ലേ, ഷോർട്സ്. അവര് അന്ന് ഇവിടെയൊന്നും അല്ലേ, അന്ന് കണ്ടുപിടിച്ചതന്നെ അത്. ഇതിപ്പോ എന്നിട്ട് പെമ്പിള്ളേരെ കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? അന്ന് ആദാമും ഹവ്വായും കൂടി കണ്ടുപിടിച്ചതാണ് ഈ എന്ത് ഈ ഷോർട്സ്. അല്ലെങ്കിൽ മറ്റൊരു പേരെന്നവനെ ഇവൻ ബർമോഡ. പിന്നെയും കാലിന്റെ മുട്ട് വരെ ഇറങ്ങും. എന്ത് പണ്ടാണെങ്കിലും അവിടെ. ഇത് അന്ന് കണ്ടുപിടിച്ച സംഭവമാ. മനസ്സിലായോ? ഒരു പാലാക്കാരി അമ്മച്ചി ട്രെയിനിൽ യാത്ര വരികയാണ്. അമ്മച്ചി ചട്ടയും കൊണ്ടുകൊടുത്ത അമ്മച്ചിയാണ്. മാതൃക കുടുംബത്തിലൊരു അമ്മച്ചി, വലിയ എന്താ പറയാ, മേക്കുണക്ക്
മേക്കുണക്ക് എന്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പം വലിച്ചു പിടിച്ച് കളഞ്ഞു, ഒരു പ്രാവശ്യം കള്ളു പിടിച്ചിട്ട് വന്നിട്ട് വലിച്ചു പിടിച്ച് കളഞ്ഞു. അപ്പോ ഈ മേക്കുണക്കൊക്കെ ഇട്ട വലിയ ഞെറിയൊക്കെ ഇട്ട് കൊണ്ടുകൊടുത്ത ഒരമ്മച്ചി ട്രെയിൻ യാത്രയിൽ അമ്മച്ചിയും അമ്മച്ചിയുടെ മക്കളും ഉണ്ട്. ഇടയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് വരിക. ഇടയ്ക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു മലയാളി പെൺകുടി, ഒരു 10-22 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുടി കയറുകയാണ്. അവള് കയറി അമ്മച്ചിയുടെ ഈ ഓപ്പോസിറ്റ് ഉള്ള സീറ്റില്, ട്രെയിനിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ആണ് സീറ്റ്, ആ സീറ്റിൽ വന്ന് അവള് അങ്ങ് ഇരുന്നിട്ട് ഇത് ഒരിടത്ത് എത്തുന്നില്ല സംഭവം. കാരണം എന്തോരുണ്ട്, 5.5 അടി പൊക്കമുള്ള പെണ്ണിന് 1/2 അടി ഇറക്കമുള്ള എന്ത് ഈ പറഞ്ഞ സാധനം, നമ്മൾ ആദ്യം പറഞ്ഞ സാധനം, ആ സാധനമാണ്. അത് ഇട്ടുകൊണ്ടാ വന്നിരിക്കുന്നത്. അമ്മച്ചിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞ് കയറാൻ തുടങ്ങിയിട്ട് മിണ്ടാൻ പറ്റൂ. അമ്മച്ചി ആകെ അസ്വസ്ഥതയായി. ഉടനെ ഒരു ഐഡിയ അമ്മച്ചിയുടെ മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് അമ്മച്ചിയുടെ ബാഗ് തുറന്നിട്ട് ഒരാപ്പിൾ എടുത്തിട്ട് ഇവളുടെ നേരെ അങ്ങോട്ട് വെച്ച് നീട്ടി. സാധാരണ സാധനം തിന്നാൻ കൊടുക്കുമ്പോ നമ്മൾ സന്തോഷത്തിലോട് കൊടുക്കുന്നത്. അമ്മച്ചി അങ്ങോട്ട് പല്ലൊക്കെ ഇറുമി പിടിച്ചിട്ടാണ് ഈ സാധനം ഒരു ആപ്പിൾ അങ്ങ് കൊടുക്കുന്നത്. ഇവളത് സന്തോഷത്തോടെ അമ്മ സ്നേഹത്തോടെ തിന്നാൻ വേറെ മേടിച്ചു. ഹായ് അമ്മച്ചി, താങ്ക്സ്. നിന്റെ താങ്ക്സ് ഒക്കെ ആർക്ക് വേണ്ടൂടി? നിന്റെ താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട. ഞാനിത് എന്തിനാ തന്നെയെന്ന് നിനക്കറിയാമോ? പണ്ട് ഈ ഹൗവാക്ക് ലജ്ജ തോന്നിയത് ഈ സാധനം കടിച്ചു കഴിഞ്ഞപ്പോഴാണ്, ഈ ആപ്പിള് ഒരെണ്ണം കടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തുണിയില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. എന്തൊക്കെയോ സാധനം ഞാൻ കാണിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായത് ഈ ആപ്പിള് കടിച്ചു കഴിഞ്ഞപ്പോഴാ. അങ്ങനെയെങ്കിലും നിനക്ക് നാണം വരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ വിചാരിച്ചാ നിനക്ക് തന്നേ, അല്ലാണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. പെട്ടെന്ന് ഇവൾക്കായി, ഇവിടെ എണീറ്റ് പോയി. അതിന്റെ മേളില് ഒരു പാവാട പോലത്തെ സാധനം, ബുദ്ധിയുള്ള അമ്മച്ചിയായിരുന്നു. പാവാട പോലത്തെ ഒരു സാധനം ഇട്ട് മുട്ടിന് ഇറക്കം വരെ വന്നു. കുഴപ്പമില്ല, നൈസ് അടയിരുന്നു. പിന്നെ വലിയ സ്നേഹമായി. ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വസ്ത്രധാരണം, പെൺകുഞ്ഞുങ്ങളെ പ്രത്യേകം അമ്മമാരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പള്ളിയിലേക്ക് കുഞ്ഞുങ്ങളെ വിടുമ്പോൾ, അച്ഛന്മാരൊന്നും പറയുന്നില്ല, ചില അച്ഛന്മാരൊക്കെ പറയുന്നുണ്ട്, ചില അച്ഛന്മാര് ഒന്നും പറയുന്നില്ല. നമ്മൾ പരിശുദ്ധ കുർബാന പോലും കൊടുക്കരുത്. പരിശുദ്ധ കുർബാന കൊടുക്കരുത്. ഞങ്ങളുടെ കത്തോലിക്ക പള്ളികളില് തരുണിമണികൾ വരുന്നത് തലയിൽ മുണ്ടുപോലും ഇടാതെയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനിത് പറയുമ്പോ എന്നെ കല്ലെറിയും. പലരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ നോക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങളെ, പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളെ അവരെ എഴുന്നള്ളിച്ച് കെട്ടിച്ച് വിടുന്നത്, വേഷം കെട്ടിച്ച് വിടുന്നത്, മറ്റുള്ളവർക്ക് ഉതുപ്പുണ്ടാകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം. അപ്പൊ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് വേറൊരു വഴിക്ക് പോയി. നമ്മൾ പാപത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പാപത്തെക്കുറിച്ച്. അപ്പൊ നമുക്ക് ഇതിനോട് തന്നെ ഒരു ലജ്ജ നമുക്ക് തോന്നണം, ഒരു വെറുപ്പ് നമുക്ക് തോന്നണം. എങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് ബോധപൂർവം മാറ്റി നിർത്താൻ പറ്റത്തുള്ളൂ. കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും പാപ വിമുക്തി നേടിയ ആളായിരിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായത്തില് എന്നോടൊരു വ്യക്തി, ഒരു അക്രൈസ്തവനായ വ്യക്തി എന്നോട് ചോദിച്ചതാണ്. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ച്. പ്രഭാഷകന്റെ 5:4. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു? ശ്രദ്ധിച്ചോ, ഇത് ഈ POC ബൈബിളിലുള്ളൂ ഈ വചനമൊക്കെ കേട്ടോ. സത്യവേദപുസ്തകത്തിൽ ഈ വചനമില്ല. പ്രഭാഷകന്റെ പുസ്തകമൊക്കെ, ജ്ഞാനത്തിന്റെ പുസ്തകം, പ്രഭാഷകന്റെ പുസ്തകം, 1 മക്കബായർ 2 മക്കബായരൊക്കെ POC ബൈബിളിലേ ഉള്ളൂ. നമുക്ക് വളരെ
ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പദങ്ങൾ. ഇന്നിപ്പോ നമ്മുടെ അച്ഛന്മാരൊക്കെ, നിങ്ങളുടെ യാക്കോബ സഭയിലെ ധ്യാനഗുരുക്കന്മാരൊക്കെ വ്യൂവേഴ്സ് ബൈബിളാണ് ഉപയോഗിക്കുന്നത്. കാരണം വളരെ ഈസി ആയിട്ട് പ്രഘോഷിക്കാൻ പറ്റും. എന്നാ അവിടെ പറഞ്ഞ പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് പറയരുത്. കണ്ടോ, ഇത്രയും നാള് ഞാൻ പാപം ചെയ്ത് ജീവിച്ചു. എന്റെ അയൽപക്കത്തുകാരൻ പാപം ചെയ്ത് ജീവിക്കുന്നു. ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവനും പാപം ചെയ്ത് ജീവിക്കുന്നു. എന്നിട്ടൊന്നും സംഭവിച്ചില്ലോ. അവൻ 2 നില വീട് പൊക്കിയില്ലോ, അവൻ വലിയ വണ്ടി വാങ്ങിയില്ലോ, അവന്റെ മോളെ 100 പവൻ കൊടുത്ത് കെട്ടിച്ചു വിട്ടല്ലോ. സ്റ്റിൽ അവൻ പാപത്തിലാണല്ലോ. അടുത്ത വചനം വായിച്ചേ. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും പാപം ചെയ്യരുത്. കണ്ടോ, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും പാപം ചെയ്യരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. കണ്ടോ, സാവധാനമേ വരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പാപമോചനം നമ്മുടെ ജീവിതത്തില് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു സംഭവമാണ്. എന്ത്? പാപമോചനം ഞാൻ നേടി എന്നുള്ള ഉറപ്പ്. ഈ ഉറപ്പ് ചങ്കിനകത്തുണ്ടെങ്കിലേ തൊട്ടടുത്ത നിമിഷം കാറ്റ് പോകുമ്പോ ഞാൻ സ്വർഗത്തിലാണ്, ദൈവത്തിന്റെ കൂടെയാണെന്ന് നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ആ ഒരു പ്രത്യാശ നമുക്ക് കിട്ടണമെങ്കിൽ പാപമോചനം ഞാൻ നേടി എന്നുള്ള ഉറപ്പ് എന്റെ ചങ്കില് ഈശോയുടെ തിരുച്ചോര കൊണ്ട് എഴുതി വെക്കണം. ആ പാപമോചനം ദൈവം നൽകുന്നത് ഇന്ന് അവിടുത്തെ അഭിഷിക്തരിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേരിട്ട് മെസ്സേജ് അയച്ചോളാം, ഒരു നടപടിയില്ല കേട്ടോ. ഇത് ദൈവത്തിന്റെ സംവിധാനമാണ്. ഞാൻ എന്തിന് കുമ്പസാരിക്കണം? നമുക്ക് ആശയക്കുഴപ്പങ്ങളുണ്ട് സഭകളുടെ ഇടയില്. അച്ഛന്മാരുമായിട്ട് ചില അച്ഛന്മാർ അംഗീകരിക്കാൻ പറ്റത്തില്ല, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒരച്ഛൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഉറാലയിട്ട് കുമ്പസാരക്കൂട്ടിലിരുന്നാൽ അവിടെ ഇരിക്കുന്നത് ബലഹീനനായ അച്ഛനല്ല, പാപിയായ അച്ഛനല്ല. അവന്റെ ദൈവത്തിന്റെ, യേശുവിന്റെ പ്രതിപുരുഷനായി, പ്രതിനിധിയായി അവൻ കുമ്പസാരക്കൂട്ടില് ഇരിക്കുകയാണ്. ആ സമയം അവൻ കേവലം ഒരു മനുഷ്യനല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് എന്തായി? അവൻ മാറുകയാണ്. അതുകൊണ്ട് പാപമോചനം അത് കുമ്പസാരത്തിലൂടെ തന്നെ നമ്മള് ഏറ്റുപറയണം. പാപമോചനം കുമ്പസാരത്തിലൂടെ നമ്മള് നേടിയെടുക്കണം. ഇതെവിടെയാ ഈ അധികാരം? എവിടെയാ അധികാരം? ഇരുന്ന് മടുത്തോ? ഞാൻ പറഞ്ഞു, കേൾക്കാൻ സുഖമുള്ള വിഷയമല്ല ഇത്, നമുക്ക് ദഹിക്കുന്ന വിഷയമല്ല ഇത്. ഇച്ചിരി അസ്വസ്ഥകൾ ഉണ്ടാകും, സാരമില്ല. ചിലപ്പോ നമ്മളെ കുത്തുന്ന ഒരു അനുഭവം ഉണ്ടാകും. എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. വചനവേദികളില് നമ്മുടെ പാപങ്ങളൊക്കെ തിരിഞ്ഞ് നമ്മളെ കുത്തുന്ന അനുഭവം നമുക്കുണ്ടാകും. ഒന്നെണീറ്റ് പറയുന്നു, ഒന്നെണീറ്റ് എല്ലാവരും ഒന്നെണീറ്റ്. അടുത്തൊരു സെക്ഷനിലേക്ക് എടുക്കുന്നത് ഒന്നെണീറ്റ്. നമ്മളൊന്ന് നടുവൊക്കെ നിന്ന് വൃത്തി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഈശോയെ സ്തുതിച്ച്. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപവിമോചകനായ യേശുവേ, ഞങ്ങളെ നീ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം മോചിച്ച് ഞങ്ങളെ ദൈവ മക്കളാക്കി അവിടുന്ന് മാറ്റണമേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളായി ഞങ്ങൾ മാറട്ടെ. റോമ 8:14 വചനത്തിന്റെ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപവിമോചകനായ യേശുവേ, രക്ഷിക്കുന്ന യേശുവേ, ഹല്ലേലൂയ. ഈ മക്കൾക്കെല്ലാം കർത്താവേ പാപമോചനം നൽകണമേ. ഹല്ലേലൂയ. തൊട്ടടുത്ത ദിവസം
യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി 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 സ്തുതി. ഇരിക്കാം 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 ഇരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതുകൊണ്ട് പാപമോചന അധികാരം ദൈവം തന്റെ അഭിഷിക്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായവരുണ്ടാകാം. ഇതൊരു കെട്ടാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞു, ഇതൊരു കെട്ടാണ് കേട്ടോ. സാത്താൻ കെട്ടുന്ന ഒരു കെട്ടാണ്. കുമ്പസാരക്കൂട്ടിലേക്ക് ഓടി അണയാൻ നമുക്ക് കഴിയാത്തത് സാത്താൻ ഒരു കെട്ട് നമ്മളെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിയാത്തത്. കാരണം കർത്താവായ യേശു ക്രിസ്തു അധികാരം കൊടുത്ത് അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നതാണ് ആരെ? അഭിഷിക്തരെ, പുരോഹിതരെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 20-21 മുതൽ എന്താ അവിടെ? യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഇതാ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. കണ്ടോ അധികാരം കൊടുക്കുകയാണ്. പാപമോചനം കൊടുക്കുന്നത് അച്ഛനല്ല, മറിച്ച് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അവിടെ എന്താ വായിച്ചേ? അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട്, നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. എന്നിട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ആർക്കാണ് പാപം ക്ഷമിക്കാനുള്ള അധികാരം? പിന്നെ എന്തേ നമുക്ക് കുമ്പസാരിക്കാൻ ഒരു മടി? കണ്ടോ, വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുക. അതുകൊണ്ട് ദൈവം നമ്മളെ രമ്യതയിലേക്ക് വിളിക്കുന്നത് ഈ കുമ്പസാര കൂട്ടിനെ ആ കൂട്ടിലേക്ക് ഓടി അണയുക എന്നതാണ്. യെശയ്യാപ്രവചനം 1:18 വരുവിൻ, കുമ്പസാര കൂട്ടിരുന്ന് ദൈവം വിളിക്കുകയാണ്, മകനെ മകളെ വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. കേട്ടോ, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നീ എത്ര കൊടുംപാവിയായിക്കൊള്ളട്ടെ, നിന്റെ പാപം കടും ചുമപ്പായിക്കൊള്ളട്ടെ, മഞ്ഞുപോലെ വെണ്ണയുള്ളതാക്കി ഞാൻ മാറ്റും. നീ ഓടിവാ, രമ്യതപ്പെടാൻ നീ ഓടിവാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുമ്പസാരിച്ചിട്ട് 1 വർഷമായിരുന്നു കരവർത്തിക്ക്. 1 വർഷമായി കുമ്പസാരിച്ചിട്ട് അങ്ങനെയുള്ളവർ കരവർത്തിക്ക്. എനിക്കറിയാം കര ഉയർത്തത്തില്ല. സഭയുടെ കൽപ്പന എന്താ? വർഷത്തില് ഒരിക്കലെങ്കിലും കുമ്പസാരിച്ച് നല്ല കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഇത് അപ്പോസ്തോലിക സഭയ്ക്ക് എല്ലാം ഉള്ള അധികാരമാണ്. യാക്കോബായ, ഓർത്തഡോക്സ്, കത്തോലിക്ക, ഈ 3 വിഭാഗത്തിൽപ്പെട്ട സഭകൾക്കുള്ള ദൈവത്തിൽ നിന്നുള്ള കൽപ്പനയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാപമോചനം നമ്മൾ നേടിയിരിക്കണം. ആ പാപമോചനം നേടാനുള്ള ഏക വഴിയാണ് എന്ത്? ഒരു കൗൺസിലിംഗ് നടത്തിയ പാപമോചനം കിട്ടുവോ? എന്റെ അടുത്ത് പലരും വന്ന് കുമ്പസാരിച്ചില്ല. അവർ പൊന്നുമക്കളെ, കുമ്പസാരം എവിടെയാണ്? കുമ്പസാരക്കൂട്ടിൽ അച്ഛന്റെ അടുത്താണ്. നമുക്ക് സ്പിരിച്വൽ ഷെയറിങ് അത്രയേ ഉള്ളൂ.
അതുകൊണ്ട് കുമ്പസാരിക്കാൻ ഇനിയും നമ്മള് കാലതാമസം വരുത്തരുത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ അമ്മച്ചി കുമ്പസാരിച്ചോ? കുമ്പസാരിച്ചോ? ഇപ്പൊ എത്ര വയസ്സായി? 80 89 81. ഞാൻ പറഞ്ഞ എന്റെ അമ്മച്ചിക്ക് 96 81. ഈ 81 വയസ്സിനേക്കാൾ കൂടുതൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? എത്രയായി? 82. പിന്നെ ആരാ? 83, 84? ആരുമില്ല. ഉണ്ടോ? ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഏറ്റവും വലിയ ഭാവി, അല്ലേ? എങ്ങനെ മനസ്സിലായി? 82 വർഷം ഞാൻ ജീവിച്ചിരുന്നപ്പോ ഞാൻ ചെയ്ത പാവം, ഇല്ലേ? ഇന്നിപ്പോ 5 വയസ്സായ കൊച്ച് ഏറ്റവും ആമിയൊന്നില്ലേ? ഇല്ലേ? ആ ശരി, ഞാൻ ഒന്ന് കാണാതെ. ഓക്കെ, അപ്പൊ 5 വയസ്സായ കൊച്ചിന് ഏറ്റവും കുറവായിരിക്കും. അവന് തൊട്ടടുത്ത നിമിഷം പൊക്കോളണം, ഓടിക്കോളണം. കുമ്പസാരക്കൂടിന് പിടിച്ചോണ്ട് പോകണം കേട്ടോ. പാവം ഏറ്റവും പിടിച്ചോണ്ട് പൊക്കോളണം കേട്ടോ. കാരണം നമ്മുടെ റോളാ അത്. കർത്താവ് നമ്മളെ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താ പറയുക? നമുക്ക് തന്നെ സ്വർഗത്തിൽ പോകാൻ ഈ കർത്താവ് ഒരു 3-4 പ്രാവശ്യം ശക്തമായിട്ട് എനിക്ക് താക്കീത് തന്നു. എന്നറിയുമോ? നിന്റെ പെണ്ണുമ്പോളയില്ലാതെ ഞാൻ സ്വർഗത്തിൽ കേട്ടില്ല. ഞാൻ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു പല കാരണം കൊണ്ട്. കാരണം ഏറ്റവും വലിയ ആരാ നമുക്ക് ഒരു പ്രവാചകനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ ശത്രു ആരാ? ഈശോ എന്നാ പറഞ്ഞേ? ഒരു പ്രവാചകന് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് സ്വന്തം ഭവനത്തിലും സ്വന്തക്കാരുടെ ഇടയിലും സ്വന്തം നാട്ടിലും, അല്ലേ? അങ്ങനെ ഒരു വചനം കർത്താവിന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സാധനത്തിനെ മാറ്റി നിർത്തുക പല കാര്യങ്ങളിലും. ഈ അടുത്ത നാളിൽ ഈശോ പറഞ്ഞു, ആ സാധനത്തിനെ കൂടാതെ നീ സ്വർഗത്തിൽ പോവത്തില്ല. തീർന്നോ? തേക്കെട്ടണു കൊട്ടയും കുരിശ്. ഇത്രയും നാളും എടുത്തത് വെറുതെയായി. അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്നു മോനെ പിന്നെ ഇതിനെ കൂടാതെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അമ്മച്ചി, ഇതിനെ കൂടാതെ അമ്മച്ചിക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കുമ്പസാരിച്ചൊരുങ്ങിക്കോ. വളരെ സീരിയസ് ആയിട്ടാ പറയുന്നത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല. തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇല്ലേ? നമ്മൾ കാണുന്നു ഇപ്പൊ ചെറുപ്പക്കാരെ അടിച്ചു പോണേ. വലിയവരൊക്കെ സന്തോഷിക്കുക, കാരണവന്മാരെ കളവന്മാരൊക്കെ സന്തോഷിക്കപ്പോ. ഈ കഴിഞ്ഞ ദിവസം ചെറുപ്പത്തിൽ വെച്ച് ഒരു 78 വയസ്സുള്ള ഒരു ചേട്ടനാ, ഒരു അക്രൈസ്തവനാണ്. ആ ചേട്ടനോട് പറയാം, ഇപ്പൊ നമ്മുടെ സിസ്റ്ററും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാം. ഇതിന് വളരെ എന്താ ബ്രദറെ, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടിരിക്കുക. പക്ഷെ എന്ത് ചേട്ടാ, അടിച്ചു പോകുന്ന മുഴുവനും ചെറുപ്പക്കാരാ. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ അയൽപക്കങ്ങളിൽ എത്ര ചെറുപ്പക്കാരാ കുഴഞ്ഞു വീണ് അറ്റാക്ക് വന്ന് തീർന്നത്. അങ്ങനെ ചെറുപ്പക്കാര് മാത്രമാണെന്നും പറഞ്ഞ് നമ്മള് അങ്ങനെ അഭിമാനിച്ച് അഹങ്കരിച്ചിരിക്കണ്ട. നമുക്കും തൊട്ടടുത്ത നിമിഷം വരാം. കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ പോകാൻ റെഡിയായി നിന്നോളണം കേട്ടോ. അടുത്ത ഞായറാഴ്ച കുമ്പസാരിച്ചോളണം. ഇതിനെ കൊണ്ടുപോയിക്കോളണം. ആ ബൈക്കിന്റെ പുറകെ ഇരുത്തി കൊണ്ടുപോയി കെട്ടിയിട്ടായാലും അവിടെ കൊണ്ടുപോയി അച്ഛന്റെ മുമ്പിൽ നിർത്തിക്കൊള്ളണം. ഞാൻ പറഞ്ഞു കെട്ടിയിട്ടായാലും നിർത്തിക്കൊള്ളണം. ഏതാ? സോജിയച്ചനാണോ? ആരാപ്പോടെ? സോജിയച്ചനാണോ? ആരെങ്കിലും ആവട്ടെ, അവിടെ കൊണ്ട് നിർത്തി കുമ്പസാരിപ്പിക്കണം. അല്ലെങ്കിലോ എന്റെ പൊന്നമ്മേ, ഈ 81, 82, 83 ഒക്കെ ജീവിച്ചത് വെറുതെയാകും. ക്യാൻസറിനെ അതിജീവിച്ചത് വെറുതെയാകും. മനസ്സിലായോ? എല്ലാറ്റിനും അതിജീവിച്ച് ഞാൻ അവിടെ എത്തിയെന്ന് പറഞ്ഞ് അഭിമാനിക്കണ്ട. എന്റെ ആത്മാവ് നാശത്തിലാണെങ്കിൽ, പാപത്തിന്റെ കെട്ടിലാണ് ഞാനെങ്കിൽ, മക്കളെ എല്ലാം തീർന്നു കേട്ടോ, എല്ലാം തീർന്നു. അതുകൊണ്ടാണ് കർത്താവ് എന്റെ പൊന്നു മക്കളെ, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. എന്നിട്ട് എന്റെ കർത്താവ് പറയുന്നേ എന്തോ? അതൊക്കെ നമ്മൾ കണ്ടു. പാവം കടിച്ചമ്മപ്പാണ് ഞാൻ വെളുപ്പിച്ചോളന്നൊക്കെ പറഞ്ഞു. കർത്താവ് വേറൊരു കാര്യം പറയുന്നുണ്ട്.
17-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം, അതിന്റെ 30-ാമത്തെ തിരുവചനം, 17-30 ഇങ്ങനെ പറയുന്നത്, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. ആയി സന്തോഷം കേട്ടോ അമ്മജി, സന്തോഷം. കർത്താവ് പറയാണ്, എന്റെ മോളെ, എന്റെ മോനെ, നീ ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അജ്ഞതയുടെ, അതായത് നിനക്ക് അറിവില്ലാത്ത കാലമായി ഞാൻ കണക്കാക്കിക്കൊള്ളാം. എന്റെ കർത്താവ്, ഏത് ദൈവമായി ഇങ്ങനെ പറയുന്നേ? ഏത് വ്യക്തിയാ ഇങ്ങനെ പറയുന്നേ? ഇതുവരെയുള്ള, ഞാൻ ഈ ടോക്ക് ചെയ്യുന്ന ഈ സമയം വരെയുള്ള, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെയുള്ള സകല കാര്യങ്ങളും നിങ്ങൾക്ക് അറിവില്ലാതെ നിങ്ങൾ ചെയ്തതാണെന്ന് ഞാൻ കണക്കിൽ വെച്ചോളാമെന്ന് ഒരു ദൈവം നമ്മോട് പറയുന്നുണ്ടെങ്കിൽ, പൊന്നുമക്കളെ, തൊട്ടടുത്ത നിമിഷം നീ ഓടണം കുമ്പസാരക്കൂട്ടിലേക്ക്, നിന്റെ പാപങ്ങളേക്ക് പറയണം. നീ അനുതാപത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നീ തിരിച്ചു വരണം. അതാ തുടർന്ന് വചനം പറയുന്നേ. എന്നാ പറയുന്നേ? എന്നാൽ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ, ജസ്റ്റ് നൗ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം, ഇപ്പോൾ എല്ലായിടത്തുമുള്ള, ഇവിടെ മാത്രമല്ല, ഈ കാര്യങ്ങളും ദേശത്ത് മാത്രമല്ല, ഈ ഇരിക്കുന്ന 10-60 പേര് മാത്രമല്ല, ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനതകളും ജനങ്ങളും പശ്ചാത്തപിച്ച് തിരിച്ചു വരണം. പശ്ചാത്തപിച്ച് തിരിച്ചു വരണം. ഇത് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതൊരു കൽപ്പന പോലെ, ആജ്ഞ പോലെ. ഇല്ല മോനെ, എന്നാ പറയുന്നേ? അവിടുന്ന് ആജ്ഞാപിക്കുന്നു. റിക്വസ്റ്റ് അല്ല, അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇതിലും വലിയ ഒരു ഇളവ് നമുക്ക് വേറെ എവിടുന്നാ കിട്ടുന്നേ? ചേട്ടാ, ഈ നിമിഷം വരെ നമ്മൾ ചെയ്തു പോയ സകല പാപങ്ങളും അറിവില്ലാതെ ചെയ്തതാണെന്ന് ദൈവം കണക്ക് വെച്ചോളാന്ന്. നോക്കിയേ, ഇത്രയും നല്ലൊരു ദൈവം. God is good all the time. പറഞ്ഞേ, God is good all the time. God is good. ഇത്രയും നല്ലൊരു ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കയറണം കേട്ടോ. ഇത് ടൈം പാസ് അല്ല കേട്ടോ, തമാശയല്ല കേട്ടോ. വളരെ സീരിയസ് ആയിട്ട് എന്നെ കേൾക്കുന്ന മക്കള്, നിങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. സൃഷ്ടിച്ച ദൈവം പറയുകയാണ്, കുഞ്ഞേ, ഞാൻ സകലതും മറക്കാം, അറിവില്ലാതെ നീ ചെയ്തതാണെന്ന് ഞാൻ കണക്കെഴുതിക്കൊള്ളാം എന്ന പുസ്തകത്തില്. എന്നാൽ നീ ഇന്ന് അനുതപിക്ക്, നീ പശ്ചാത്തപിക്ക്, നീ കുമ്പസാരക്കൂടിനെ സമീപിക്ക്, എന്നിട്ട് നിന്റെ പാപങ്ങളേറ്റ് പറ, നല്ല കുമ്പസാരം എടുത്ത് നീ ദൈവ പൈതലായി മാറ്. ഇതാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1-2 വചനം കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യത്തില് ഒരപ്പൻ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഒരപ്പൻ മകന് കൊടുക്കുന്ന ഉപദേശം. തോബിത്തിന്റെ പുസ്തകം 4:21, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യം ആശങ്കയൊന്നും വേണ്ട. കണ്ടോ, എന്നിട്ട് അപ്പൻ മോനോട് പറയുന്നു, മോനെ, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും എല്ലാരും കൂടി പറഞ്ഞേ, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്താൽ. പറഞ്ഞേ, വായിച്ചേ. കണ്ടോ, അങ്ങനെ ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഹല്ലേലൂയ. ഇത് സമ്പത്തിന്റെ പുറകെയാ. എങ്ങനെ ഇത് വെട്ടിപ്പിടിക്കുക? അതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. നീ ഇത്രയും ചെയ്താൽ, ഇതുവരെ നീ സമ്പത്തിന്റെ പുറകെ ഓടിയില്ലേ, ഇനി നിന്റെ പുറകെ സമ്പത്ത് ഓടി വരും. ഇനി നിന്റെ പുറകെ സമ്പത്ത് ഓടി വരും. ഇത് ജീവിത അനുഭവത്തിലാണ് നമ്മൾ പറയുന്നത്. സമ്പത്തിന്റെ പുറകെ നമ്മൾ ഓടി. എങ്ങോട്ടാ ഓടി? ഞാൻ സൗദി അറേബ്യക്ക് ഓടി. സമ്പത്ത് ഉണ്ടാക്കാൻ സൗദി അറേബ്യക്ക് ഓടി. അവിടെ നിന്ന് ഇപ്പൊ കർത്താവ് പിടിച്ചു. കർത്താവ് പറഞ്ഞു,
നീ ഇവിടെ എന്ത് ചെയ്യണം? ഈ സമ്പത്തൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവിടെ നീ എനിക്ക് വേണ്ടി പകരക്കാരനാകണം. ഇന്നേക്ക് 25 വർഷം മുമ്പ് സൗദി അറേബ്യയില് ഒരു ക്രിസ്തീയ കൂട്ടായ്മ തുടങ്ങുക എന്ന് പറഞ്ഞാൽ കഴുത്തില്ലാതെ നാട്ടില് വരേണ്ടി വരുന്ന അവസ്ഥയാണ്. കാരണം കഴുത്ത് വിട്ടി കളയും. പിന്നെ നമുക്ക് വരുമ്പോ കഴുത്തുണ്ടോ? അതാണ് അവിടുത്തെ നിയമം. ആ നിയമത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, മോനെ, സമ്പത്തൊക്കെ സമയത്തിന്റെ തുകയിൽ നിനക്ക് ഞാൻ തന്നുകൊള്ളാം. നീ എന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മതി. ബാക്കിയുള്ളതെല്ലാം നിനക്ക് ഞാൻ തന്നുകൊള്ളാം. മത്തായി 6:33 തന്നുകൊള്ളാം. കണ്ടോ? ഈ രണ്ട് കാര്യങ്ങള്. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക. എന്താ അതിന്റെ അടയാളം? ദൈവത്തോട് ഭക്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് ചെയ്യും? ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. ദൈവത്തോട് ഭക്തി ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ നടുവും പുറവും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വേദന സഹിച്ചിരിക്കുന്നത് ദൈവത്തോട് ഭക്തിയുള്ളത് കൊണ്ടാണ്. ദൈവം പറയാണ്, നീ എന്നെ ആരാധിച്ചാൽ, നീ എന്നെ സ്തുതിച്ചാൽ, എന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ. അതാണ് ആ വാക്കിന്റെ അർത്ഥം. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും കണ്ടോ, ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സമ്പത്തിന്റെ പുറകെ ഓടരുത്. നമ്മൾ ഇത് ആദ്യം സ്വായത്തമാക്കുക, സ്വന്തമാക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ വലിയ സമ്പത്ത് കൈവരും. അടുത്തൊരു വചനം കൂടെ, പ്രഭാഷകൻ 17-ന്റെ 24, 25, 26 കൂടി വായിച്ചിട്ട് നമ്മുടെ ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കും. പ്രഭാഷകൻ 17-ന്റെ 24, 25, 26 വചനം. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. നിർത്തിക്കോ മോനെ. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ ദൈവം അവസരം നൽകും. പശ്ചാത്താപ ഹൃദയത്തോടെ നമ്മളായിരിക്കണം. ഓക്കെ, കണ്ടിന്യൂ. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. ചഞ്ചല ഹൃദയർക്ക്, അതായത് ബലഹീനതയിൽ വീണു പോകുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. എങ്ങനെ നൽകുന്നത്? ആരാധനയിലൂടെ, ഈ വചന ശുശ്രൂഷയിലൂടെ, ഈ അഭിഷേക പ്രാർത്ഥനയിലൂടെ അവിടുന്ന് നമുക്ക് പ്രോത്സാഹനം നൽകും. ഓക്കെ, കണ്ടിന്യൂ. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. കണ്ടോ, കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പൂർണ്ണമായും പരിത്യജിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ. എല്ലാ അകൃത്യങ്ങളും പരിത്യജിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് കർത്താവിന് അവസാനമായി നമ്മളോട് സംസാരിക്കാനുള്ള വചനം. സകലതും പാപങ്ങളും അകൃത്യങ്ങളും നീ നിന്റെ ജീവിതത്തിൽ നിന്ന് നീ പരിത്യജിക്ക്, ആട്ടിപ്പായിക്ക്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം വന്ന് ചേർന്ന് കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം തരും. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് കണ്ടോ, യേശു ക്രിസ്തു വഴി കണ്ടോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഫിലിപ്പിയർ 4:19 നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെല്ലാം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്.